നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എതിർ കക്ഷി ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, സത്യം പറ, ആരാടാ അവള്? നീ ഫോൺ ചെയ്തത് നിന്റെ പ്രേമഭാജനത്തോടാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ ആരാണെന്നാ ചോദിച്ചത്. ദൈവമേ, എന്തായാലും മൈഥിലിയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. ആശ്വാസം. പറയടാ, അവൾ ആരാ? എന്താ ഇതിലിത്ര പ്രോബ്ലം? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. ദേ, പറഞ്ഞില്ലെങ്കിലേ നിനക്കൊരു ചുറ്റുകളി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും. എന്ത് തീരുമാനിക്കുന്നു? ഞാനിത് പരസ്യപ്പെടുത്തണോ അതോ നീ വാ തുറന്ന് എന്നോട് പറയുന്നോ? അയ്യോ എടീ, അതൊരു കഥയാണ്. കഥ കേട്ട് നിൽക്കാനുള്ള നേരമൊന്നും എനിക്കില്ല. നീ കാര്യം തുറന്നു പറ. അത് പിന്നെ എനിക്കൊരു പെൺകുട്ടിയോട് പ്രേമമാണ്. ഞങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഇഷ്ടത്തിലാണ്. ആ ശരി, ഇഷ്ടത്തിലാണെങ്കിൽ കല്യാണം കഴിക്കണം. അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുടിഞ്ഞ തടസ്സങ്ങൾ, വീട്ടുകാരുടെ എതിർപ്പ്, പക്ഷേ എങ്ങനെയെങ്കിലും ഒളിച്ചോടിയേ പറ്റൂ. മീനാക്ഷി, നിന്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായ ഈ പ്രണയം സാക്ഷാത്കരിക്കും. ഒളിച്ചോട്ടം സാധ്യമാവുകയും ചെയ്യും. എടാ, ഈ പ്രണയത്തിലെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എങ്കിലും പറയാ, പ്രണയ വിവാഹം നടക്കണമെങ്കിലേ പെണ്ണിനും വേണം ചെറുക്കനും വേണം ചങ്കുറപ്പ്. എന്താ എന്താ ഇവിടെ? ചോദിച്ചു കേട്ടില്ലേ എന്താ നിങ്ങൾ തമ്മിലെന്ന്? ഒന്നുമില്ല ACP. ഒന്നുമില്ലെന്നോ? നിങ്ങള് പ്രേമത്തിന്റെയും കല്യാണത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ACP ഒന്ന് പറ്റിക്കാം. ACP, ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, വഴക്കൊന്നും പറയരുത്. ഞാനും ഈ വൈശാഖും തമ്മില് പ്രേമത്തിലാ. ഈ ലവ് ആരും അംഗീകരിച്ചു തരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാനും ഇവനും കൂടി ഒളിച്ചോടി പോവാൻ പ്ലാൻ ഇടായിരുന്നു, ലണ്ടനിലേക്ക്. ദൈവമേ, ഇവളെന്തൊക്കെയായി പറഞ്ഞുണ്ടാക്കുന്നത്? മീനാക്ഷി, പ്രണയവും കല്യാണമൊന്നും ഇപ്പോഴല്ല. നിനക്കതിനുള്ള പ്രായമായിട്ടില്ല, മെച്യൂരിറ്റി ആയിട്ടില്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നമുക്കതിനുള്ള സമയം വരുമ്പോ ആലോചിക്കാം. അതുവരെ ഈ ചുറ്റിക്കളിയൊന്നും വേണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? പോത്. ഇത് നിനക്കും ഒരു താക്കീത. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഈ മാന്യത പിന്നീട് പ്രതീക്ഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.